രാഷ്ട്രീയ ധ്യാനമോ എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും എൻ്റെ ഉത്തരം രാഷ്ട്രീയ ധ്യാനമാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു പ്രാണപ്രതിഷ്ഠ. പ്രാണപ്രതിഷ്ഠയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? 40 ക്യാമറകൾ അവിടെ ഗർഭഗൃഹത്തിലേക്ക്, ഒരു ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൽ 40 ക്യാമറ ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. അതും 4K ക്വാളിറ്റിയുള്ള 40 ക്യാമറകൾ എന്നുള്ളതാണ് നമ്മൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം. ഇപ്പോൾ നരേന്ദ്രമോദി ഉദ്ഘാടനം കഴിഞ്ഞു പ്രാണപ്രതിഷ്ഠയിലൂടെ. സമാപനത്തിൽ വിവേകാനന്ദ പാറയിലെത്തി ധ്യാനമിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമാപന പരിപാടിയിലും ഈ പറയുന്ന 40ഓ 80ഓ 4K ക്യാമറകൾ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ നോക്കൂ, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇവൻ്റാണ്. ഒരു സ്പിരിച്വൽ ലീഡർ എന്നൊന്നും നരേന്ദ്രമോദിയെക്കുറിച്ച് പറയല്ലേ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ ചരിത്ര പുസ്തകത്തിൽ വായിച്ചൊന്നുമല്ലോ, വർത്തമാന പത്രങ്ങളിൽ കണ്ടതാണല്ലോ, അല്ലെങ്കിൽ ടെലിവിഷൻ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ളതാണല്ലോ. ഞാൻ പോയിട്ടുള്ളതാണ് 2002 ഗുജറാത്ത് കലാപത്തിൽ. അവിടെ എന്താണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ ഒന്നും നമ്മൾ സ്പിരിച്വൽ ഒന്നും വിശേഷിപ്പിക്കാൻ പാടില്ല. നമുക്ക് ഇവൻ്റാണ് എല്ലാം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം. നരേന്ദ്രമോദി ഒരു സ്ഥലത്ത് പോയാൽ വിസിറ്റേഴ്സ് ബുക്കിൽ ഒപ്പിടുന്നത് കണ്ടിട്ടുണ്ടോ? ഈ ക്യാമറകൾക്ക് പിടിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഒപ്പിടുന്നതായി അല്ലെങ്കിൽ റിമാർക്സ് എഴുതുന്നതായി തോന്നിപ്പിക്കുക. ഒരിക്കലും അദ്ദേഹം റിമാർക്സ് എഴുതാറില്ല. ഇങ്ങനെ പേന വെച്ച് കുത്തുക മാത്രമേ ചെയ്യുക. എഴുതുന്നത് വേറെ ആളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് എല്ലാം ഈ പറയുന്ന പോലെ ഫേക്ക് എൻകൗണ്ടേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിവേകാനന്ദ പാറയിലെ ധ്യാനവും എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. കാരണം എൻ്റെ പ്രധാനമന്ത്രി കൂടിയാണല്ലോ നരേന്ദ്രമോദി. ഇന്ന് മൻമോഹൻ സിംഗ് അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസ്താവന ഇറക്കിയത് ഇന്ന് എന്താണ്? പൊതുപ്രസംഗത്തിൻ്റെ അന്തസ്സ് കളഞ്ഞ ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ചില സമുദായങ്ങൾക്കും പ്രതിപക്ഷത്തിനുമെതിരെ വിദ്വേഷം നിറഞ്ഞതും മാന്യമല്ലാത്തതുമായ വാക്കുകൾ പ്രയോഗിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി പദവിയുടെ അന്തസ്സ് കളഞ്ഞു. വിദ്വേഷ പ്രസംഗങ്ങളുടെ ഏറ്റവും നികൃഷ്ടമായ രൂപത്തിലാണ് പ്രധാനമന്ത്രി മോദി മുഴുകിയിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, അദ്ദേഹത്തിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളെയൊക്കെ തന്നെയും ഇതിലൂടെ ഖണ്ഡിക്കുന്നുണ്ട്. ഞാൻ എന്താണ് പറഞ്ഞത്? നരേന്ദ്രമോദി എങ്ങനെയാണ് എന്നെ ഉദ്ധരിച്ചത്? യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ BJP അതിൻ്റെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി എങ്ങനെയാണ് വികലമാക്കിയത് എന്ന് നമുക്കറിയാലോ. കച്ചിത്തീവ്, മീൻ പൊരിച്ചത്, മട്ടൻ കറി, മംഗൾസൂത്ര, വോട്ട് ജിഹാദ്, പാകിസ്ഥാൻ, മുസ്ലിങ്ങൾ, നുഴഞ്ഞുകയറ്റക്കാർ, പെറ്റുകൂട്ടുന്നവർ, CAA, പ്രാണപ്രതിഷ്ഠ. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് അരുൺ ഓർമ്മയുണ്ടോ? കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ടാണ്. അത്രയും ഗുരുതരമായ കാര്യങ്ങൾ. 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചുകൊണ്ടാണ്. അത്രയും ഗുരുതരമായ രീതിയിൽ ഇന്നേ വരെ ഒരു ജനാധിപത്യ രാജ്യത്തും നമ്മൾ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. ഇലക്ഷൻ വർക്ക് മാത്രമല്ല, ഒരു പരിപാടിയും രാഷ്ട്രീയ പാർട്ടികൾ നടത്താൻ പാടില്ല എന്നുള്ള നിലയിലാണ് അവർ ഫണ്ട് ഫ്രീസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും നരേന്ദ്രമോദി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രസംഗം നടത്തിയിട്ടുള്ള നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ധ്യാനത്തിനല്ല പോയിരിക്കേണ്ടത്, സ്പിരിച്വൽ ലൈഫിനല്ല പോകേണ്ടത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയവർക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് വേണ്ടത്. അതിന് ജയിലിൽ പോവുകയാണ് വേണ്ടത് നരേന്ദ്രമോദി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഹിന്ദുത്വയും വിവേകാനന്ദ ദർശനങ്ങളും തമ്മിലുള്ള ഒരു സമ്പർക്കത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു. നോക്കൂ, ഹിന്ദുത്വത്തിൻ്റെ ബിംബം എന്ന നിലയിൽ ഉത്തരേന്ത്യയിൽ വിവേകാനന്ദ ദർശനങ്ങളെ BJPയും സംഘപരിവാറും ഉയർത്തിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. എന്താണ് ഇതിപ്പോൾ വിവേകാനന്ദ ദ ഫിലോസഫർ ഓഫ് ഫ്രീഡം എന്ന പുസ്തകം മലയാളിയായ ഗോവിന്ദ് കൃഷ്ണൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അതിൽ എങ്ങനെയാണ് വിവേകാനന്ദ ദർശനങ്ങൾ, എങ്ങനെയാണ് ഹിന്ദുത്വ ദർശനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം, ഹിന്ദുത്വ ദർശനം എന്നൊന്നും പറയേണ്ട, ഹിന്ദുത്വ രാഷ്ട്രീയം എന്നെ സംബന്ധിച്ച് വിശകലനം ചെയ്തിട്ടുണ്ട്. ചിഹ്നങ്ങളിലൂടെ ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ച് അപരവൽക്കരണ ശത്രുതയിലൂടെ രാജ്യത്തെ മതസാമുദായിക അന്തരീക്ഷം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഹിന്ദുത്വം ശ്രമിക്കുന്നതെങ്കിൽ സ്വാമി വിവേകാനന്ദൻ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടിയിട്ടുള്ളത്, നോക്കിയിട്ടുള്ളത്. എബ്രഹാമിക് മതങ്ങളോടുള്ള വെറുപ്പും ശത്രുതയും ഹിന്ദുത്വത്തിൻ്റെ സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും നിറയെ കാണാൻ കഴിയുമ്പോൾ വിവേകാനന്ദൻ്റെ ക്രിസ്തു മതത്തോടും ഇസ്ലാം മതത്തോടുമുള്ള മനോഭാവം ഇതിന് നേർവിപരീതമാണ് എന്ന് ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുഗൾ കാലത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും ആ ചരിത്ര പുസ്തകങ്ങളെ മറച്ചുപിടിക്കാനുമാണ് ഹിന്ദുത്വ സംഘടനകൾ ശ്രമിക്കുന്നത് എങ്കിൽ മുഗൾ സൗന്ദര്യബോധത്തെ, വാസ്തുവിനെ പറ്റി വിവേകാനന്ദ സ്വാമികളുടെ മതിപ്പ് ഈ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ
വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും നരേന്ദ്രമോദി ഇവിടെ ഇൻവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് വിവേകാനന്ദ സ്വാമികളുടെ ദർശനമല്ല. അദ്ദേഹം ആകെ ആ പറയുന്ന ധ്യാനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് കാഷായ വസ്ത്രം മാത്രമാണ്. ഈ കാഷായ വസ്ത്രം എന്തിനാണ് നരേന്ദ്രമോദി ഉപയോഗിക്കുന്നത്? അത് വാരണസിക്ക് വേണ്ടിയല്ല സുജയ, അത് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ബംഗാളിലേക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് ബംഗാള് ഈ ലോക്സഭ ആയിക്കോട്ടെ, കഷായത്തിന്റെ ഒരു ഛായ ഉണ്ടല്ലോ വിവേകാനന്ദ സ്വാമികളിൽ. ഏത് വസ്ത്രം ഇട്ടിരിക്കുന്നത്? വൈറ്റ് ആണ്. ശരി, ആയിക്കോട്ടെ. കഷായം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഹിന്ദുത്വം ഏതൊക്കെ ബിംബങ്ങളെയാണോ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ബിംബങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വിവേകാനന്ദ സ്വാമികൾ വെള്ള വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ചില ചിഹ്നങ്ങളിൽ കഷായം ഉണ്ട്. നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ 9 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 9 ലോക്സഭാ മണ്ഡലങ്ങളുടെ പ്രത്യേകത, ഒരു മണ്ഡലത്തിലും കഴിഞ്ഞ 2019 ജയിച്ചിട്ടില്ല BJP, എല്ലായിടത്തും TMC ആണ്. 2 മണ്ഡലങ്ങളിൽ ഒരു 1.5 ലക്ഷത്തിൻ്റെയും 2.5 ലക്ഷത്തിൻ്റെ ഇടയിൽ വ്യത്യാസമുണ്ട്. ഈ പറയുന്ന 9 മണ്ഡലങ്ങളിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും, അത് 24 പർഗാനാസ് ഉണ്ട്, കൊൽക്കത്തയുണ്ട് അല്ലേ? ഈ കൊൽക്കത്തയിലെ 2 മണ്ഡലങ്ങളെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ച്. കൊൽക്കത്തയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയാണ് നരേന്ദ്രമോദി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്? അവിടെ കൊൽക്കത്തയിലെ റോഡ് ഷോ വിവേകാനന്ദ സ്വാമികളുടെ കുടുംബ വീട്ടിലാണ് അവസാനിച്ചിട്ടുള്ളത്. നോക്കൂ, അവിടെ ഈ ശ്രീരാമകൃഷ്ണ മിഷനിലെ സ്വാമിമാരുമായിട്ട് മമതാ ബാനർജിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഈ ശ്രീരാമകൃഷ്ണ മിഷനിലെ സ്വാമിമാർ ഡൽഹിയിലെ BJP നേതാക്കളുടെ തീട്ടൂരം കേട്ടിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം മമതാ ബാനർജി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത് അവർ രാഷ്ട്രീയമായി ഉന്നയിച്ച ആരോപണമാണ് സ്വാമിമാർക്കെതിരെ. അത് ഉന്നയിക്കാമല്ലോ. ഇപ്പോൾ ശങ്കരാചാര്യർക്കെതിരെ BJP എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പ്രാണപ്രതിഷ്ഠാ സമയത്ത്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയമായി ഉന്നയിച്ച ആരോപണം അത് ശ്രീരാമകൃഷ്ണ മിഷനെതിരായിട്ടുള്ളതാക്കി, ശാരദാ മഠത്തിനെതിരായിട്ടുള്ളതാക്കി, വിവേകാനന്ദ സ്വാമികൾക്ക് എതിരായിട്ടുള്ളതാക്കി. മാത്രമല്ല അത് മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയാണ് എന്ന് നരേന്ദ്രമോദി തന്നെ നേരിട്ട് പോയി ബംഗാളിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിലാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ബംഗാളിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഈ 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളെങ്കിലും നേടുക എന്നുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അധിഷ്ഠിതമായിട്ടുള്ള പ്രചരണമാണ് ഈ ധ്യാനം എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ നമ്മുടെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചത്തതുപോയ പോലെ കിടക്കുക മാത്രമല്ല, പോയി ചത്തൂടെ എന്ന് നമുക്ക് പറയാൻ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിഗ് ചെയ്ത കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാജിവെക്കുന്നു. എന്ത് കാരണത്താലാണ്? പനി ബാധിച്ചിട്ടാണോ അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും കാരണത്താലാണോ അവർ രാജിവെക്കുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അതിനൊക്കെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകേണ്ടതാണ്. അവർ രാജിവെച്ചതിന് പകരം നരേന്ദ്രമോദി ഒരു ഹാൻഡ് പിക്കായിട്ട് 2 പേരെ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പടപടാന്ന് പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് തന്നെ രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വളരെ ദൈർഘ്യമേറിയിട്ടുള്ള 7 ഘട്ടങ്ങൾ. ഈ 7 ഘട്ടങ്ങൾക്കിടയിൽ നരേന്ദ്രമോദി BJPയും അതിൻ്റെ അജണ്ട നിശ്ചയിച്ച് ഫില്ല് ചെയ്ത് പോകാൻ അവസാനം ദൈവം വരെ എത്തി. ദൈവത്തിൻ്റെ ധ്യാനാണ് നമ്മൾ ഇപ്പോൾ ഈ മണിക്കൂറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു വിഷയവും നമുക്ക് സാധാരണഗതിയിൽ ഈ പറയുന്ന ഈ കോർണർ മീറ്റിങ്ങുകൾ ഉണ്ടല്ലോ, കോർണർ മീറ്റിങ്ങുകളിൽ കേൾക്കാത്ത രീതിയിലുള്ള വംശീയ വിദ്വേഷം, വർഗീയ വിദ്വേഷം, അതൊക്കെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇവിടെയൊക്കെ തന്നെയും നോക്കുകുത്തിയായി നിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതാ ഈ അവസാനം ഈ സമാപന പരിപാടിക്ക് കൂടി നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ കാഴ്ചപ്പാടിനെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് പോകട്ടെ, ഒരു സാധാരണഗതിയിൽ ജനാധിപത്യ രാജ്യത്തിൻ്റെ തന്നെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്നതാണ്. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്നുള്ളതാണ്. നോക്കൂ, ഇത് ആദ്യ കാലഘട്ടത്തിൽ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ തന്നെയും ഒരു പ്രത്യേക സാഹചര്യം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി, ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കണം അത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്നത് അസാധ്യമാണ്. പ്രത്യേകിച്ച് ടെലിവിഷൻ മീഡിയ, ഓൺലൈൻ മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, ഇങ്ങനെ മാധ്യമങ്ങൾ തന്നെ വ്യത്യസ്തമായി രൂപവൽക്കരിക്കപ്പെടുകയും അവയ്ക്ക് ഈ പറയുന്ന മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ബാധകമല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവുകയും മാത്രമല്ല ഈ പറയുന്ന ഇലക്ട്രോണിക് മീഡിയയിലൂടെ ഏത് തരത്തിലുള്ള സന്ദേശം നൽകാൻ കഴിയുകയും ചെയ്യുമ്പോൾ എന്തിനാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം? ഇത് ഒരാൾക്ക് മാത്രമായിട്ടാണോ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം? അത് എല്ലാവർക്കും ബാധകമാകുന്നില്ല എങ്കിൽ അറബിക്കടലിൽ എറിയണം MCC എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.